ജ്യോതിഷശാസ്ത്രപ്രകാരം 27 നക്ഷത്രങ്ങളിൽ ഏഴാമത്തെ നക്ഷത്രമാണ് പുണർദം. പുനർവസു. പുനർ എന്നാൽ വീണ്ടും എന്നും വസു എന്നാൽ വെളിച്ചം അല്ലെങ്കിൽ വായു എന്നും അർത്ഥം. നഷ്ടപ്പെട്ടത് തിരികെ ലഭിക്കുക എന്നതാണ് ഈ നക്ഷത്രത്തിന്റെ പ്രധാന സവിശേഷത. ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. അടിസ്ഥാന വിവരങ്ങൾ. അധിപൻ വ്യാഴം, ജൂപ്പിറ്റർ. ദേവത അതിഥി, ദേവമാതാവ്. ചിഹ്നം അമ്പും വില്ലും, ചിലപ്പോൾ പൊതിഞ്ഞ ആവനാഴി. മൃഗം പെൺപൂച്ച, പക്ഷി. ചകോരം വൃക്ഷം. മുള ഗണം, ദേവഗണം. ഭൂതം ജലം. പുണർദം നക്ഷത്രക്കാരുടെ പൊതുസ്വഭാവം. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ശാന്തസ്വഭാവക്കാരും സൽഗുണസമ്പന്നരുമായിരിക്കും. 1. സത്യസന്ധത. ഇവർ കള്ളം പറയുന്നത് ഇഷ്ടപ്പെടാത്തവരും നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്നവരുമായിരിക്കും. 2. ക്ഷമ. പ്രതിസന്ധികളിൽ തളരാതെ ക്ഷമയോടെ കാത്തിരിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. 3. കുടുംബസ്നേഹം. മാതാപിതാക്കളോടും കുടുംബത്തോടും വളരെയധികം സ്നേഹവും ബഹുമാനവും പുലർത്തുന്നവരാണ്. 4. വിജ്ഞാനം. അറിവ് സമ്പാദിക്കുന്നതിൽ ഇവർ അതീവ താൽപര്യം കാണിക്കുന്നു. പലപ്പോഴും അധ്യാപനം, എഴുത്ത്, പ്രസംഗം എന്നീ മേഖലകളിൽ ഇവർ ശോഭിക്കാറുണ്ട്. നക്ഷത്രപാദങ്ങളും രാശിയും. പുണർദം നക്ഷത്രം 2 രാശികളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. മിഥുനം രാശി. ആദ്യത്തെ 3 പാദങ്ങൾ 1, 2, 3 പാദങ്ങൾ മിഥുനം രാശിയിൽ വരുന്നു. ഇവർ ബുദ്ധിശക്തിയും ആശയവിനിമയശേഷിയും ഉള്ളവരായിരിക്കും. കർക്കടകം രാശി. 4 പാദം കർക്കടകം രാശിയിൽ വരുന്നു. ഇവർ കൂടുതൽ വൈകാരികതയുള്ളവരും കരുണയുള്ളവരുമായിരിക്കും. ദോഷങ്ങളും പരിഹാരങ്ങളും. പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴദശയിലാണ് ജനനം. ജാതകത്തിൽ വ്യാഴത്തിന് ബലക്ഷയമുണ്ടെങ്കിൽ ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടാം. പരിഹാരങ്ങൾ. വ്യാഴാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നത് ഗുണകരമാണ്. ശ്രീരാമൻ പുണർദം നക്ഷത്രത്തിലാണ് ജനിച്ചത്. വീട്ടുപറമ്പിൽ മുള നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും നക്ഷത്രദോഷം കുറയ്ക്കാൻ സഹായിക്കും. മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും നല്ലതാണ്. ആരോഗ്യവശം. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ദഹനപ്രശ്നങ്ങൾ എന്നിവ ഈ നക്ഷത്രക്കാരെ അലട്ടാൻ സാധ്യതയുണ്ട്. അതിനാൽ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ പുണർദം നക്ഷത്രക്കാരുടെ സാമ്പത്തിക വശങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയാണ് പൊതുവായ ഫലങ്ങൾ. ഈ നക്ഷത്രം വ്യാഴത്തിന്റെ ജൂപ്പിറ്റർ ആധിപത്യത്തിൽ വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് ചില പ്രത്യേക ഭാഗ്യങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാറുണ്ട്. സാമ്പത്തിക സ്ഥിതി. ഒരു അവലോകനം. പുണർദം നക്ഷത്രക്കാർ പൊതുവെ സമ്പന്നതയോടും ഐശ്വര്യത്തോടും കൂടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇവരുടെ സാമ്പത്തിക ജീവിതത്തിലെ പ്രധാന ഘടകങ്ങൾ ഇവയാണ്. മിതവ്യയം, ഫ്രുഗാലിറ്റി. അനാവശ്യമായി പണം ചിലവാക്കുന്ന ശീലം ഇവർക്ക് കുറവാണ്. കരുതിവെച്ചുള്ള ചിലവഴിക്കൽ ഇവരുടെ പ്രത്യേകതയാണ്. എങ്കിലും ചിലപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്കായി വലിയ തുകകൾ ചിലവാക്കേണ്ടിവരാം. ഭാഗ്യത്തിന്റെ പിന്തുണ. പുനർവസു എന്ന പേരിന്റെ അർത്ഥം തന്നെ വീണ്ടും ലഭിക്കുന്ന വെളിച്ചം, സമ്പത്ത് എന്നാണ്. അതുകൊണ്ടുതന്നെ സാമ്പത്തികമായി വലിയ തകർച്ചകളുണ്ടായാലും അത്ഭുതകരമായ രീതിയിൽ ഇവർ തിരിച്ചുവരും. പണം കൈമോശം വന്നാലും അത് പലിശ സഹിതം തിരികെ ലഭിക്കാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. സ്ഥിരവരുമാനം. സർക്കാർ ജോലികളിലൂടെയോ അധ്യാപനം പോലെയുള്ള മാന്യമായ തൊഴിലുകളിലൂടെയോ ഇവർക്ക് സ്ഥിരമായ വരുമാനം ലഭിക്കാറുണ്ട്. കച്ചവടത്തേക്കാൾ ഉപരിയായി സേവന മേഖലകളാണ് ഇവർക്ക് കൂടുതൽ പണം നൽകുന്നത്. സ്വത്ത് സമ്പാദനം. ഭൂമി, വീട് തുടങ്ങിയ സ്ഥാവര വസ്തുക്കൾ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗമുണ്ട്. മിക്കവാറും മധ്യവയസ്സിന് ശേഷമായിരിക്കും ഇവർ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുന്നത്. സാമ്പത്തികമായ പോരായ്മകൾ. മറ്റുള്ളവരെ അമിതമായി വിശ്വസിച്ച് പണം കടം കൊടുക്കുന്നതുവഴി ഇവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം കാണിക്കുന്നത് തിരിച്ചടിയായേക്കാം. ഉപദേശം. റെമഡീസ് ഫോർ വെൽത്ത്. നിങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനായി താഴെ പറയുന്നവ ശ്രദ്ധിക്കുക. 1. വ്യാഴാഴ്ചകളിൽ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് സാമ്പത്തികമായ തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. 2. അർഹരായവർക്ക് വിദ്യാഭ്യാസ സഹായം നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴത്തിന്റെ ബലം വർദ്ധിപ്പിക്കും. അഭ്യർത്ഥന. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ഈ കുറിപ്പ് ലൈക്ക് ചെയ്യുക. ജ്യോതിഷത്തിൽ താൽപ്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി ഈ പ്രൊഫൈൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.